ഹായ് ഫ്രണ്ട്സ്, പെർഫെക്റ്റ് TECHY വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മളുടെ ഫോണിൽ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഫോണിൽ എല്ലാവർക്കും ഓരോ ഫയലും കാര്യങ്ങളുമൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഗാലറിയിലെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലോറിൽ വരുന്ന വീഡിയോസ്, ഫയലുകൾ, അതുപോലൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണം. ആരും കാണാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓഡിയോ മാനേജറെ അല്ലെങ്കിൽ അതുപോലെ പല ഹൈഡിങ് ആപ്ലിക്കേഷനും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയെ മറികടക്കാൻ നമ്മുടെ ഫോണിൻ്റെ മൈ ഫയൽസിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട്. എല്ലാ ഫോണിലും ഉള്ളതാണ് മൈ ഫയൽസ്. ആദ്യം തന്നെ നമുക്ക് മൈ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ഫയലാണ് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ എക്സ്പ്ലോറിൽ നിന്നും ഒരു ഫയൽ ഹൈഡ് ചെയ്യണം. അതായത് എനിക്ക് ഈ മലയാളം എന്ന് പറയുന്ന ഈ മലയാളം സോങ്സിൻ്റെ ഫോൾഡറാണ്. ഈ ഫയൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യണം. ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ മൈ ഫയൽസിലോട്ട് പോയിട്ട് SD കാർഡിൽ പോയിട്ട് മൈ മ്യൂസിക് സെലക്ട് ചെയ്യുന്നു. മൈ മ്യൂസിക്കിലാണ് ആ ഫോൾഡർ കിടക്കുന്നത്. എന്നിട്ട് ഈ മലയാളം 173 സോങ്സ്, ഈ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മോർ സെലക്ട് ചെയ്ത് മോറിൽ നിന്നും റീനെയിം ചെയ്യുന്നു. മലയാളം എന്നുള്ളിടത്ത് നമുക്കൊരു എമ്മിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡോട്ട് ഫയലായിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഒരു ഹൈഡ് ഫയലായി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹോം അടിച്ചിട്ട് നമുക്ക് നേരെ എക്സ്പ്ലോറിൽ പോയി നോക്കാം. ഈ മലയാളം എന്ന് പറഞ്ഞ ഫോൾഡർ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, മലയാളം പോയി. സംശയമുള്ളവർക്ക് നോക്കാം. മലയാളം അവിടെ നിന്നും ഹൈഡായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും അത് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവരണമെങ്കിൽ വീണ്ടും റീനെയിം ചെയ്ത് ആ ഡോട്ട് ഒന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഡോട്ട് എടുത്ത് കളയുമ്പോൾ സെലക്ട് സേവ് ചെയ്യുമ്പോൾ ആ ഫോൾഡർ തിരിച്ച് അവിടെ തന്നെ വരുന്നതായിരിക്കും.